ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലി തൃശൂരിൽ കോൺഗ്രസിനുള്ളിലും ഭിന്നത രൂക്ഷമാകുന്നു. സ്ഥാനാർത്ഥി നിർണയം പാളിയതും നേതൃത്വത്തിന്റെ പിടിപ്പുകേടുമാണ് പരാജയത്തിന് കാരണമെന്നാണ് വിമർശനങ്ങൾ. നേതൃത്വത്തിന്റെ മുന്നറിയിപ്പിനെ മറികടന്ന് സമൂഹമാധ്യമങ്ങളിലടക്കം ഇക്കാര്യം ചർച്ചയായിട്ടുണ്ടെങ്കിലും പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് നേതാക്കൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം കൈയൊഴിഞ്ഞ സ്ഥാനാർത്ഥിയെ വീണ്ടും ചേലക്കരയിൽ അവതരിപ്പിച്ചത് ദീർഘവീക്ഷണമില്ലാത്ത തീരുമാനമായിരുന്നുവെന്നാണ് തെരഞ്ഞെടുപ്പിന് ശേഷം ഉയരുന്ന പ്രധാന ആരോപണം. ചില നേതാക്കളുടെ പ്രത്യേക താൽപര്യങ്ങൾക്കായി പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും തഴഞ്ഞു. രമ്യക്കെതിരെ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ജനവികാരത്തെ അവഗണിച്ചുവെന്നും കോൺഗ്രസ് അനുഭാവികൾ ചൂണ്ടിക്കാട്ടുന്നു. ചേലക്കര ഇടത് ശക്തി കേന്ദ്രമാണെങ്കിലും ഇത്തവണ മണ്ഡലത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നു എന്നാണ് കോൺഗ്രസിന്റെ പ്രാദേശിക തലത്തിലെ വിലയിരുത്തൽ. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും ഏകോപനങ്ങളിലും ഗുരുതരമായ വീഴ്ചകളുണ്ടായി എന്നും താൽക്കാലിക DCC പ്രസിഡന്റായ VK ശ്രീകണ്ഠൻ പൂർണ്ണമായും പാലക്കാട് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും പരാജയ കാരണമായെന്ന ചർച്ചകളും പ്രവർത്തകരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ സജീവമാണ്. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നേതാക്കൾ തയ്യാറാകുന്നുവെന്നും കണക്കുകൾ നിരത്തി ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നതടക്കമുള്ള ആക്ഷേപങ്ങളും ശക്തമാണ്. ഒരു ഭാഗത്ത് മുതിർന്ന നേതാക്കളും DCC ഭാരവാഹികളും ക്ഷണിച്ചു വരുത്തിയ തോൽവിയാണെന്ന ആരോപണം നിലനിൽക്കുമ്പോൾ തോൽവിയിൽ വിമർശനങ്ങൾ ഉയരുന്നത് സ്വാഭാവികമാണെന്നാണ് പ്രധാന നേതാക്കളുടെ പക്ഷം. പാർട്ടിയുടെ ഔദ്യോഗിക വേദികളിൽ ആരോപണങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലെ ചർച്ചകൾക്ക് മറുപടി പറയേണ്ട കാര്യമില്ലെന്നുമാണ് നേതാക്കളുടെ വിശദീകരണം. തെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ചകൾ അനൗദ്യോഗിക വേദികളിൽ ചർച്ചയാകുന്നതല്ലാതെ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് നേതാക്കൾ. ന്യൂസ് മലയാളം, തൃശൂർ.